ഹലോ എവറിവൺ, നമ്മൾ ക്ലാസ് 12ൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിലെ MCQ സീരീസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx plus y sec x equal to tan x is. ഓപ്ഷൻസ് ആർ sec x plus tan x, sec x minus tan x, sec x into tan x. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഫോർമാറ്റ് dy/dx plus y sec x ഈക്വൽ ടു ടാൻ എക്സ്. ഈ ഫോർമാറ്റാണ് തന്നിരിക്കുന്നത്. ഈ ഒരു ഫോർമാറ്റിലുള്ളതാണ് dy/dx പ്ലസ് py ഈക്വൽ ടു q എന്ന് പറയുന്ന ഫോർമാറ്റിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ p എന്ന് പറഞ്ഞ വാല്യൂ എന്തായിരിക്കും? വൈയുടെ കോഎഫിഷ്യൻ്റ് ആണ് p. ഇവിടെ വൈയുടെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് sec x ആണ്. സോ p വിൽ ബി sec x. ഇനി നമ്മുടെ ഫോർമാറ്റ് dy/dx പ്ലസ് y ഇൻറ്റു p ഈക്വൽ ടു q എന്നുള്ള ഫോർമാറ്റ് ആണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Integrating factor is e raised to integral p dx ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ p എന്നുള്ള വാല്യൂ sec x ആണ്. സോ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് e raised to integral sec x dx ആയിരിക്കും. ഇനി ഇൻ്റഗ്രൽ ഓഫ് sec x എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് sec x പ്ലസ് tan x ആണ്. സോ e raised to ലോഗ് മോഡ് sec x പ്ലസ് tan x എന്ന് എഴുതാം. ദെൻ ഇ പവർ ലോഗ് ഓഫ് ഒരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? അതിന് ഇ പവർ ലോഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ബ്രാക്കറ്റിനകത്തുള്ള ഈ ടേമിന് നമുക്ക് എഴുതാൻ പറ്റും. സോ എങ്ങനെ എഴുതാം? sec x പ്ലസ് tan x എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ത് കിട്ടി? sec x പ്ലസ് tan x. നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക, sec x പ്ലസ് tan x. ഓക്കെ.